മുനമ്പം വഖഫ് ഭൂമി പ്രശ്നത്തിൽ ജുഡീഷ്യൽ കമ്മീഷന് തുടരാമെന്ന് ഹൈക്കോടതി. സർക്കാർ അപ്പീലിലാണ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്. സിംഗിൾ ബെഞ്ച് ഉത്തരവ് സ്റ്റേ ചെയ്ത് ഡിവിഷൻ ബെഞ്ച്. സനു കെ സജീവുണ്ട് വിവരങ്ങളുമായി. സനു, താൽക്കാലികമായി ഇപ്പോൾ ജുഡീഷ്യൽ കമ്മീഷന് തുടരാം എന്ന് തന്നെയാണ് ഇപ്പോൾ ഹൈക്കോടതിയും വ്യക്തമാക്കിയിരിക്കുന്നത്, അല്ലേ? കാളിദാസ്, തീർച്ചയായിട്ടും സർക്കാരിന് മുനമ്പം തർക്ക വിഷയത്തിൽ, അതായത് മുനമ്പം ഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ സർക്കാരിന് കോടതിയിൽ നിന്നുള്ള ഇപ്പോഴത്തെ ഒരു വിധി താൽക്കാലിക ആശ്വാസം എന്ന് തന്നെ വേണം പറയാനായിട്ട്. മുനമ്പം വിഷയത്തിൽ സർക്കാർ നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷന് താൽക്കാലികമായി തുടരാമെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അറിയിച്ചിരിക്കുകയാണ്. അതായത് ഏതാനും ആഴ്ചകൾ മുമ്പ് ഈ ഭൂമി തർക്കവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈക്കോടതി കേസ് വന്നിരുന്നു. അന്ന് സിംഗിൾ ബെഞ്ച് ഈ കമ്മീഷനെ തന്നെ മരവിപ്പിച്ചിരുന്നു. അതായത് കമ്മീഷൻ പ്രവർത്തനം വേണ്ട എന്നുള്ള നിലപാട് ഹൈക്കോടതി സ്വീകരിച്ചിരുന്നു. എന്നാൽ അതിൽ നിന്നും വ്യത്യാസമായി, അതിൽ നിന്നും വിഭിന്നമായി ഡിവിഷൻ ബെഞ്ച് ഈ കമ്മീഷന് തുടരാമെന്നും താൽക്കാലികമായി തുടരാമെന്നുള്ളൊരു നിർദ്ദേശമാണ് വെച്ചിരിക്കുന്നത്. എന്തായാലും ഇത് സർക്കാരിന് വലിയൊരു ആശ്വാസമായിരിക്കുകയാണ്. ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ കമ്മീഷനാണ് ഈ മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ടുള്ള നടപടികളുമായി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു അനുവാദം നൽകിയിരിക്കുന്നത്. എന്തായാലും മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ കോലാഹലങ്ങളും വലിയ ചർച്ചകളും അടക്കം നടന്നിരുന്നു. മുനമ്പം വിഷയത്തിൽ പാർലമെന്റിലടക്കം വിശദമായ ചർച്ചകൾ അടക്കം നടന്ന് പാർലമെന്റ് പാസ്സാക്കിയ ആ വിഷയം നിയമമായി മാറുകയും ചെയ്തൊരു സാഹചര്യത്തിലാണ് ഈ സർക്കാർ നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷനും അതിന്റെ പ്രവർത്തനവുമായി മുന്നോട്ട് പോകാമെന്നുള്ള ഒരു നിർണായക വിധി, അല്ലെങ്കിൽ നിർണായകമായിട്ടുള്ളൊരു നിർദ്ദേശം ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. അതായത് സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവുകളെല്ലാം ഇതോടുകൂടി മാറിയിരിക്കുകയാണ്. ഇനിയും നടപടികളുമായി മുന്നോട്ട് പോകുക. ഈ മുനമ്പവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധത്തിലിരിക്കുന്നവരും ഈ വിഷയത്തിൽ അനുകൂലമായിട്ടൊരു നിലപാട് സർക്കാരിന്റെ നിയമ നടപടിയുമായിട്ട്, അല്ലെങ്കിൽ സർക്കാരിന് അതിന്റെ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകാം, അതിനൊന്നും തങ്ങൾ തടസ്സമാവില്ല എന്നുള്ളൊരു നിർണായകമായിട്ടുള്ളൊരു ചില പ്രതികരണങ്ങളും ഇതിനോടകം തന്നെ വന്നിട്ടുണ്ട്. കാളിദാസ്. ശരി, സാനു കെ സജീവാണ് വിവരങ്ങൾ നൽകിയത്.